ഹലോ ഗൈസ്. അപ്പോൾ നേരം വെളുത്ത് എണീറ്റ് വന്നപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. എന്താണെന്നറിയോ, പാത്രത്തിൽ വിളമ്പി അപ്പം കണ്ടിട്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അപ്പമാണ് മൈദപ്പൊടിയുടെ പൊറോട്ട. ഇതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇലയിൽ പരത്തി, അതായത് നന്നായി മൈദപ്പൊടി വാട്ടി കുഴച്ച് ഇലയിൽ നമ്മൾ വാഴൻ്റെ ഇലയിൽ ചുട്ടെടുക്കുമല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇലയിൽ പരത്തി. അപ്പോൾ അതും ഇന്നലത്തെ മീൻകറിയും കൂടി കൂട്ടിയപ്പോൾ തന്നെ വയറ് നിറഞ്ഞു, മനസ്സും നിറഞ്ഞു ഗൈസ്. അപ്പോഴാണ് ഓർത്ത് ഉച്ചക്കേക്ക് തോരൻ വെക്കുക. നമ്മൾ മത്തൻ്റെ ഇല ഉണ്ടല്ലോ, നമ്മൾ പറമ്പ് മൊത്തം പടർന്ന് പന്തലിച്ച് നിൽക്കും കേട്ടോ മത്തൻ്റെ ഇല. എന്ത് ചെയ്യും ഇതൊന്നിങ്ങനെ മഴ പെയ്ത് ചീഞ്ഞ് പോകണം, അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ നശിച്ചു പോയാൽ മാത്രം നമ്മൾ ഒഴിവാക്കുള്ളൂ. അല്ലാതെ നമുക്ക് ഡെയിലി മത്തൻ്റെ ഇല തോരൻ വെക്കാനുള്ളത് കേട്ടോ. അത്യാവശ്യം ഈ പറമ്പ് മൊത്തം മത്തൻ്റെ ഇലയാണ്. ആ മത്തൻ്റെ ഇല പടർന്ന് പന്തലിച്ച് കിടക്കുന്നതിൻ്റെ അടിയിൽ നമ്മളൊരു വലിയൊരു കോഴിക്കോടുണ്ട് കേട്ടോ. അപ്പോൾ കോഴിക്കോടിൻ്റെ മേലും കൂടി അത് പടർന്ന് കിടക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം 2 പിടി ഇല നമ്മൾ എടുത്തുള്ളൂ. അത് ഉണ്ടാക്കുമ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ടുണ്ടാവും. തേങ്ങ ഒക്കെ ചതച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇല പറിച്ചിങ്ങ് വന്നപ്പോഴേക്കും കുഞ്ഞോള് അധികം ചതയ്ക്കാനുള്ള തേങ്ങ ഒക്കെ മിക്സിയിലിട്ട് ഇതാക്കി വെച്ചിട്ടുണ്ട്. അപ്പം മത്തൻ്റെ എല്ലാം നന്നായിട്ട് നമ്മൾ മൈദപ്പൊടി മഞ്ഞപ്പൊടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അത് അരിഞ്ഞ് വെക്കുകയാണ് കേട്ടോ. അതിനുശേഷം നോക്കിയപ്പോൾ കുഞ്ഞോള് നേരെ അവിയലിലുള്ള കഷ്ണങ്ങളൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് തൈരും പിന്നെ തേങ്ങ ചതച്ചതൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ചൊരു കുറവ് തോന്നുന്നത് മറ്റേ കുറച്ച് കളർഫുള്ളെല്ലാം തോന്നുന്നില്ലേ, അത് നമ്മളെ ക്യാരറ്റിൻ്റെ ഒക്കെ കുറവ് നന്നായിട്ടുണ്ട് കേട്ടോ. ഫുള്ള കഷ്ണങ്ങൾ തട്ടിക്കൂട്ടി കുഞ്ഞോളുണ്ടാക്കിയൊരു അവിയലാണത്. പിന്നെ കോലമത്തിയാണ് കേട്ടോ. മത്തി തന്നെയാണ്, പക്ഷെ കോലമത്തി നീണ്ടിരിക്കുക, തലൊക്കെ നീണ്ടിരിക്കുന്നത് മത്തി കേട്ടോ. അപ്പോൾ അമ്മക്ക് ആദ്യം പറയും കോലമത്തി എന്ന്, അപ്പോൾ ആ പേര് പറഞ്ഞ് കോലമത്തി എന്നാണ് പറഞ്ഞത്. പക്ഷേ കറി വെച്ച ടേസ്റ്റ് ഉണ്ടാവില്ല, വറുത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ മത്തനെല്ലാം എടുത്തിട്ട് കുഞ്ഞോൾ കുഞ്ഞാക്കിയിട്ട് തന്നെ അരിഞ്ഞെടുക്കുന്നുണ്ട്. നന്നായി അരിഞ്ഞെടുത്തിട്ട് വേഗം ഇത് തോരനും വെച്ച് കഴിഞ്ഞ് നമുക്ക് ഉച്ചയ്ക്കുള്ള എല്ലാ ഐറ്റംസും ആയിട്ടോ. എനിക്കിതിങ്ങനെ പെട്ടെന്ന് അരിയാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ കുഞ്ഞോളനെ ഇത് അരിഞ്ഞെടുക്കുന്ന എല്ലാ പണിയും അവളെന്നെയായിട്ട് ചെയ്യണത്. നമ്മളിത് വീഡിയോ എടുത്ത് നടക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ചോറ് റെഡി ഗൈസ്. അപ്പോൾ ഉച്ചയ്ക്കുള്ള നമുക്ക് മത്തൻ്റെ തോരനുണ്ട്, പിന്നെ തേങ്ങരച്ച കറിയുണ്ട്, പിന്നെ മത്തി വറുത്തതുണ്ട്, പപ്പടമുണ്ട്, അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. വീട്ടിൽ വരുമ്പോൾ വീട്ടിൽ ഫുഡ് കഴിക്കുമ്പോൾ എന്താണെന്നറിയില്ല, ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എവിടുന്ന് എന്ത് തന്നെ നമ്മൾ ചിക്കനോ മട്ടണോ എന്ത് തന്നെ പുറത്തുനിന്ന് വാങ്ങി കഴിച്ചാലും വീട്ടിലെത്തുമ്പോൾ നമ്മളെ നാടൻ ചോറുണ്ടല്ലോ, ചോറും കറിയും മീൻ വറുത്തതൊക്കെ കൂട്ടി ഒരു പിടി പിടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ ഗൈസ്, അത് പറഞ്ഞറിയിക്കില്ല കേട്ടോ, അറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. കാരണം നമ്മളൊക്കെ പുറത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ ഫുഡ് കഴിച്ചിട്ടേ ഇതുള്ളൂ. അപ്പോൾ 10 ദിവസം ലീവിന് വരുമ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് വയറ് നിറച്ച് കഴിക്കുമ്പോൾ അത് എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരു ചമ്മന്തി കൂട്ടിയിട്ട് ചോറിനായാലും നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ. മനസ്സ് പെട്ടെന്ന് നിറയും, അതുപോലെ വയറും നിറയും ഗൈസ്. ഇതിപ്പോൾ നമ്മൾ അവിടെ നിന്ന് എത്ര പൈസ കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന ആ ഒരു അത് വേറെ ലെവല് ഗൈസ്, ഇത് വേറെ ലെവല്. വീട്ടിൽ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റി നിർത്താൻ പറ്റില്ല. ഈ 10 ദിവസം വന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ പട്ടിണി കിടന്ന് വരില്ലേ, അതുപോലെ കേട്ടോ. വീട്ടുകാർ വരെ പറയാൻ തുടങ്ങി നീ പട്ടിണിക്കാണ് അവിടെ കിടക്കണതെന്ന്. അപ്പോൾ പട്ടിണി കിടന്നിട്ടൊന്നല്ല ഗൈസ്, നമ്മളെ വീട്ടിലെ ചോറും കറിയൊക്കെ കൂട്ടിയായിട്ട് കഴിക്കുമ്പോൾ അത് വേറൊരു സുഖമാണ് ഗൈസ്, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളെ മനസ്സും നിറഞ്ഞു, വയറും നിറഞ്ഞു, വിശപ്പൊക്കെ ഓക്കെ ഗൈസ്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ കൊണ്ടിട്ട് ഗൈസ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗൈസ്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.